ആവേശത്തിൽ ആറാടിച്ച് തൃശ്ശൂരിൽ പുലിക്കളി. പുലിച്ചുവടുകളിലും പുലിത്താളത്തിലും മുഴുകി സ്വരാജ് റൗണ്ട്. 51 പുലികൾ വീതമുള്ള 7 സംഘങ്ങളാണ് ഇത്തവണ പുലികളിയിൽ പങ്കെടുത്തത്. വിവരങ്ങളുമായി മനോജ ചേർന്നുണ്ട്. മനോജ, ഒരുപക്ഷെ പരിസമാപ്തി കുറിക്കുകയാണ് പുലിക്കളി, എങ്കിൽ പോലും അവിടെ ആവേശങ്ങൾ ഇപ്പോഴും തുടരുകയല്ലേ? തീർച്ചയായും വിഷ്ണു, ആവേശത്തിൽ ആറാടിക്കുക തന്നെയാണ്. കാരണം ഈ ഒരു പുലികളിയെ സംബന്ധിച്ചിടത്തോളം ഈ നടുവിലാലിൽ നിന്നും നായ്ക്കനാലിൽ നിന്നും സ്വരാജ് റൗണ്ടിലേക്ക് ഓരോ സംഘങ്ങളായി കയറിയപ്പോഴും ഇവിടെ ജനാരവം മുഴങ്ങി. അവരൊക്കെ തന്നെ പുലികളി, അതായത് ഈ പുലികളെ അവർ ചുവടുവെച്ച് വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. മണിക്കൂറുകളോളം തന്നെ ഈ സ്വരാജ് റൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിലായി ജനങ്ങളൊക്കെ കാത്തിരുന്നു. അതിനുശേഷം ഓരോ ദേശങ്ങളായി ഈ സ്വരാജ് റൗണ്ടിലേക്ക് കടന്നപ്പോൾ മുഴങ്ങിയത് വലിയ ആരവങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ടാബ്ലോകൾ, അതോടൊപ്പം തന്നെ ഈ പുലികളി സംഘങ്ങൾ ഓരോരുത്തരായി സ്വരാജ് റൗണ്ട് വലം വെച്ചുകൊണ്ട് പരിസമാപ്തി കുറിക്കുവാനായി, അതായത് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവരൊക്കെ തന്നെ ഓരോ സംഘങ്ങളും ഇനി സ്വരാജ് റൗണ്ടിന്റെ അവസാനം തീരുമാനിച്ചിട്ടുള്ള ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ നിന്നും വിജയിയെ പ്രഖ്യാപിക്കുന്നു. എന്തായാലും അത്തരത്തിലൊരു ആവേശം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നിരവധി ജനങ്ങളായിരുന്നു ഈ ഭാഗത്ത്, അതായത് മണിക്കൂറുകളോളം കാത്തുനിന്ന് ജനങ്ങളൊക്കെ തന്നെ ഇവിടെ ഉച്ച മുതൽ തന്നെ ഇവിടെ എത്തിയവരൊക്കെ ഈ എത്ര മണിക്കാണ് പുലികളി ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് അവരൊക്കെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും അതിനൊക്കെ തന്നെ ഈ പുലികളുടെ ആ നൃത്ത ചുവടുകൾ അതൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അവർക്കും വലിയ ആവേശമായി, പുലികൾക്കും അതിലേറെ ആവേശമായി. അത് തന്നെ രാവിലെ മുതൽ അവരെ പുലിവരെയൊക്കെ നടന്നപ്പോൾ അവർ വ്യക്തമാക്കിയതുപോലെ തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയപ്പോഴേക്കും പുലികളൊക്കെ തന്നെ വളരെയധികം ആവേശത്തോടെ ചുവടുകൾ വയ്ക്കുവാൻ തുടങ്ങി. അതോടൊപ്പം മേളവും മുറുകി. എന്തായാലും പുലികളെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക തനിമ നിറഞ്ഞു തുളുമ്പുന്ന ഒരു മഹോത്സവം അത് തന്നെയാണ് എല്ലാ വർഷവും തൃശ്ശൂരിൽ നടക്കുന്നതിൽ അതിലും വിപുലമായി ഇത്തവണയും ഓരോ ദേശങ്ങളും 7 ദേശങ്ങളാണ് ഈ പുലികളിയുടെ ഭാഗമായത്. ഇതിൽ തന്നെ സീതാറാം മിൽ ദേശം, അതോടൊപ്പം കാനാട്ടുകര, ചക്കാമുക്ക് ദേശം, അതോടൊപ്പം ശങ്കരൻകുളങ്ങര, വിയൂർ ദേശം, അതോടൊപ്പം വിയൂർ യുവജന സംഘം തുടങ്ങി 7 സംഘങ്ങളാണ് ഈ പുലികളിക്ക് ഉണ്ടായിരുന്നത്. അവർ ഓരോരുത്തരും വ്യത്യസ്തത കൊണ്ടുവന്നു എന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ ടാബ്ലോകളായാലും അതോടൊപ്പം തന്നെ ഓരോ പുലികളായാലും, പുലികളിൽ തന്നെ പെൺപുലികൾ ഉണ്ടായിരുന്നു, കുട്ടിപ്പുലികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 4 വയസ്സുകാരി. അത്തരത്തിൽ കുട്ടികൾ പോലും ഈ ഒരു ഉത്സവം ഏറ്റെടുക്കുന്ന, ഈ പുലികളി ഏറ്റെടുക്കുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് ഈ ഒരു പുലികളിയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വളരെയധികം ആവേശം, ആ ആവേശം ഇപ്പോഴും ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും നൃത്തച്ചുവടുകൾ വയ്ക്കുന്ന പുലിക്കൂട്ടങ്ങളെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വർണ്ണാഭമേറിയ, അതായത് ഓരോ തരത്തിലും പുലികളെ വ്യത്യസ്തമാക്കുന്ന തന്നെയാണ്. ആവേശങ്ങൾ തീരുന്നില്ല എന്ന് തന്നെയായാലും പുലികളി അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.